എന്താണ് മോക്ഷം? നമ്മളുടെയൊക്കെ ഒരു അറിവ് വെച്ച് മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തിന് ശേഷം കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സനാതന ധർമ്മത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ജനന മരണ ചക്രങ്ങളിൽ നിന്നുമുള്ളൊരു തരം വിമുക്തി, ദുഃഖബന്ധങ്ങളിൽ നിന്നുമുള്ള വിമോചനം, ഒരു മോചനമാണ്. അതുപോലെ തന്നെ നിത്യശാന്തിയാണ്. ഇതിലെ കോൺസെപ്റ്റിൽ പറയുന്നത്, സനാതന ധർമ്മത്തിൽ പറയുന്നത്, നമ്മുടെ ആത്മാവെന്നും ശാശ്വതമാണ്. അതിന് ഒരു നാശവും സംഭവിക്കില്ല. നമ്മുടെ ശരീരത്തിന് നാശം സംഭവിച്ചാലും ആത്മാവെന്നും നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ തിരിച്ചറിവുകളാണ് മോക്ഷം. കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റുന്നതിനെയാണ് മോക്ഷം. നമ്മുടെ അജ്ഞാനം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉള്ളിലെ ദുഃഖബന്ധങ്ങൾ, ഇതിൽ നിന്നുമൊക്കെ നമ്മൾ മോചനം നേടി തിരികെ എത്തുന്ന ആ ഒരു തലമാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ മോക്ഷത്തിലേക്ക് എത്താം? നമുക്ക് ഭക്തിയോഗത്തിലൂടെ എത്താം. ഈശ്വര സമർപ്പണം, അതാണ് ഭക്തിയോഗം. കർമ്മയോഗം, ഫലമിച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക. പിന്നെ നമുക്ക് ജ്ഞാനയോഗം, സത്യം തിരിച്ചറിയുക, അതാണ് ജ്ഞാനയോഗം. പിന്നെന്താണ്? നമ്മുടെ ധ്യാനം. നമ്മൾ ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു മോക്ഷം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ തിരിച്ചറിവുകൾ നേടിക്കൊണ്ട് മോക്ഷത്തിൽ എത്താൻ സാധിക്കും. സനാതന ധർമ്മത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ഒരു തരം യാത്രയല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിത്യശാന്തി നേടുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് സനാതന ധർമ്മത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. അപ്പം മോക്ഷം എന്താണ് എന്നൊരു കോൺസെപ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഒരു കോൺസെപ്റ്റ് അല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള സ്വതന്ത്രമായ ആത്മീയമായ ജ്ഞാനത്തിലേക്കുള്ള തിരിച്ചറിവാണ് മോക്ഷം. അപ്പം നമ്മൾ സനാതന ധർമ്മവും അതിൻ്റെ കർമ്മം, ധർമ്മം, ഭക്തി, കൃഷ്ണഭക്തി, മോക്ഷമൊക്കെ നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിലൂടെ ഒക്കെ ഇന്ന് പോയി. ഇനിയും സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. വരും വീഡിയോസിൽ സനാതന ധർമ്മത്തിൽ കുറേ ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു തരം കോൺസെപ്റ്റാണ് സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ സംസാരിക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് തോന്നുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഓം നമോ ഭഗവതേ